നമസ്കാരം. UK മലയാളി ജീവിതത്തിന്റെ സ്പന്ദനങ്ങളും വിശേഷങ്ങളുമായി ബിലാത്തി വാർത്തയുടെ ലണ്ടൻ ഡയറീസിലേക്ക് ഏവർക്കും സ്വാഗതം. കായിക ലോകത്തെ ആവേശ കാഴ്ചകളും കലയുടെ മാസ്മരിക വിരുന്നും പ്രവാസ ലോകത്തെ ഗൗരവമേറിയ ചർച്ചകളും കോർത്തിണക്കിയ 4 പ്രധാന വിശേഷങ്ങളാണ് ഇന്ന് ലണ്ടൻ ഡയറീസ് പങ്കുവയ്ക്കുന്നത്. യുക്മ ദേശീയ കായികമേള, കാർഡിഫിലെ ആശിഷ് തങ്കച്ചൻ മെമ്മോറിയൽ ചാരിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റ്, ലെസ്റ്ററിലെ ധ്വനി കലോത്സവം, ലണ്ടനിൽ നടന്ന ക്യാൻവാസ് മാധ്യമ സംവാദം എന്നിവ വിശദമായി പരിശോധിക്കാം. യുകെയിലെ മലയാളി സമൂഹത്തിന്റെ ഐക്യവും കായിക മികവും ഒരുമിച്ച് ചേർന്ന യുക്മ ദേശീയ കായികമേള ബർമിംഗ്ഹാമിൽ സമാപിച്ചു. 227 പോയിന്റുമായി തുടർച്ചയായ 5ാം തവണയും മിഡ്ലാൻഡ്സ് റീജിയൻ ചാമ്പ്യന്മാരായി. 158 പോയിന്റോടെ യോർക്ക്ഷയർ 2ാം സ്ഥാനവും 77 പോയിന്റുമായി നോർത്ത് വെസ്റ്റ് റീജിയൻ 3ാം സ്ഥാനവും നേടി. കിഡ്സ് വിഭാഗത്തിൽ ജെയ്ഡൻ തോമസ് സിബു, അൻവി നായർ എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. സബ് ജൂനിയറിൽ ആരോൺ വിൻസെന്റ്, ജയ്ശിവ് രാജേഷ്, എഥാൻ ദീപു, കൈറ ഫെർണാണ്ടസ് എന്നിവർ ചാമ്പ്യന്മാരായപ്പോൾ ജൂനിയേഴ്സ് വിഭാഗത്തിൽ നഥാൻ ടോബി, റിയാന ജോസഫ് എന്നിവർ നേട്ടം കരസ്ഥമാക്കി. സീനിയേഴ്സിൽ ധ്യാൻ കൃഷ്ണ, ജനീറ്റ വർഗീസ് എന്നിവരും അഡൽട്സ് വിഭാഗത്തിൽ രാഹുൽ രാജനും ടിൻഡു മെൽവിനും നേട്ടം സ്വന്തമാക്കി. സീനിയർ അഡൽട്സിൽ ജോസ് പാറയ്ക്കൽ, സിന്ധു ലിൻഡോ എന്നിവർ മികവ് പുലർത്തിയപ്പോൾ സൂപ്പർ സീനിയർ വിഭാഗത്തിൽ സജി തോമസ്, എലിസബത്ത് മാത്യു എന്നിവർ വ്യക്തിഗത നേട്ടം സ്വന്തമാക്കി. സട്ടൺ കോൾഫീൽഡിലെ വിൻലി ലെഷർ സെന്റർ സ്റ്റേഡിയത്തിൽ നടന്ന മേളയിൽ യുക്മയുടെ 165ലേറെ അംഗ അസോസിയേഷനുകളിൽ നിന്നുള്ള താരങ്ങൾ പങ്കെടുത്തു. വാവിക് ആൻഡ് ലെമിംഗ്ടൺ മലയാളി അസോസിയേഷൻ 106 പോയിന്റോടെ ചാമ്പ്യൻ അസോസിയേഷനായി. ഹാൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ 2ാം സ്ഥാനവും മലയാളി അസോസിയേഷൻ ഓഫ് പോർട്സ്മൌത്ത് 3ാം സ്ഥാനവും നേടി. ദീപശിഖ പ്രയാണത്തോടെയായിരുന്നു മേളയ്ക്ക് തുടക്കം. ഓട്ടം, റിലേ, ലോങ് ജംപ്, ഷോട്ട് പുട്ട് തുടങ്ങി വിവിധ ഇനങ്ങളിൽ മത്സരം നടന്നു. ഞാനിപ്പോൾ എൻ്റെ തേർഡ് ഇയർ പാർട്ടിസിപ്പേറ്റിംഗ് ഫോർ 3 years. So the last 3 years I got the 200 meters gold. The 400 meters last year I was the individual champion last year. This year founder hasn't started. ഞാൻ ഷോർട്ട് പുട്ടിലാണ് മത്സരിക്കുന്നത്. അഡൽട്ട് കാറ്റഗറിയാണ്. ഇത്തവണ നന്നായിട്ട് എല്ലാവരും ചെയ്യുമെന്ന് വിചാരിക്കണ്. ഓർഗനൈസേഷൻ നന്നായിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ വട്ടത്തേക്കാളും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. വ്യക്തിഗത ചാമ്പ്യന്മാരെയും ചടങ്ങിൽ ആദരിച്ചു. കേരളത്തിന്റെ തനത് രുചികൾ ഒരുക്കിയ കേരള കഫേ മേളയുടെ പ്രധാന ആകർഷണമായി നമ്മൾ കേരള കഫേ എന്നാണ് നമ്മൾ ഇതുപോലുള്ള ഇവന്റ്സ് എല്ലാം ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ നാടൻ സ്റ്റൈല് കേരള ഫുഡ്സ് എല്ലാം അവൈലബിൾ ആയിരിക്കും ഇവന്റ്സിൽ. അല്ലാതെ പിന്നെ കോൺട്രിയിലാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് വരുന്നത്. കോൺട്രിയിൽ കേരള കഫേ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. യുക്മ ദേശീയ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എബി സെബാസ്റ്റ്യൻ പതാക ഉയർത്തി മേള ഉദ്ഘാടനം ചെയ്തു. യുക്മയെ സംബന്ധിച്ചിടത്തോളം 2026 ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇവൻ്റാണ് ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. യുക്മ ദേശീയ കായികമേള 7 റീജിയനുകളിൽ വളരെ വാശിയേറിയ പോരാട്ടം നടന്ന് നൂറുകണക്കിന് കായിക താരങ്ങൾ മാറ്റുരച്ച ഒരു ഇതിൽ നിന്നും ആ മത്സരങ്ങളിൽ നിന്നും വിജയികളായിട്ട് ഇന്നിവിടെ എത്തിയിട്ടുള്ള ആളുകളാണ്. 1, 2, 3 സ്ഥാനങ്ങളിൽ വന്നിട്ടുള്ള ആളുകൾക്കാണ് ഇന്നിവിടെ മത്സരിക്കാനായിട്ട് സാധിക്കുന്നത്. വലിയ വിപുലമായ ഒരു പങ്കാളിത്തമാണ് ഈ വർഷം ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രൗണ്ടിനെ കണ്ടാൽ അറിയാൻ സാധിക്കും. വളരെ വിപുലമായ ഒരു പങ്കാളിത്തം ഇന്നത്തെ ഈ നാഷണൽ കായികമേളയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കാരണം റീജിയനുകളിൽ യുക്മയുടെ എല്ലാ റീജിയനുകളും തന്നെ നല്ല ഭംഗിയായ രീതിയിൽ വളരെ ആവേശത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അവരുടെ ഒരു സജീവമായ പ്രവർത്തനം കൊണ്ടാണ് റീജിയണൽ കായികമേളകൾ തന്നെ ഒരു 500 മുതൽ 1000 പേര് വരെ പങ്കെടുക്കത്തക്ക തരത്തിൽ ഉള്ള വലിയ ഇവൻറ്റുകളായിട്ട് ഈ വർഷം 7 സ്ഥലങ്ങളിൽ നടന്നത്. അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു മത്സരത്തിനും വാശി ഒട്ടും ചോരാതെ തന്നെ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, വളരെ വിദൂരമായ സ്ഥലങ്ങളിൽ നിന്ന് പോലും യുകെയുടെ നമുക്ക് തെക്ക് നോക്കുകയാണെങ്കിൽ സൗത്തിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോർട്സ്മൗത്ത് മുതൽ നോർത്തിൽ ന്യൂകാസിൽ അല്ലെങ്കിൽ മാഞ്ചസ്റ്റർ സമീപത്തുള്ള ആളുകൾ വരെ ഇന്ന് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട്, മത്സരങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പം വളരെ വിജയകരമായ രീതിയിൽ റീജിയണൽ കമ്മിറ്റികളുടെ ഒരു ആത്മാർത്ഥമായ ശ്രമം ഇത്രയേറെ ആളുകളെ ഇതിൽ പങ്കെടുപ്പിക്കുന്നതിന് റീജിയണൽ കമ്മിറ്റികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. നാഷണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ പ്രോഗ്രാമിന് വലിയ പിന്തുണയാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ഈ കായികമേളയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും ഞങ്ങൾ പ്രത്യേകമായ വിജയാശംസകൾ ഈ അവസരത്തിൽ നേരുകയാണ്. മത്സരത്തിൽ വിജയിക്കുന്നതിനേക്കാൾ പങ്കെടുക്കുന്നതിലാണ് പ്രാധാന്യം എന്നുള്ള ആ സ്പോർട്സ്മാൻ സ്പിരിറ്റ് വിടാതെയാണ് ഇന്നിവിടെ ആളുകളെല്ലാവരും തന്നെ എത്തിച്ചേർക്കുന്നത്. എല്ലാവർക്കും പ്രത്യേക നന്ദി യുക്മ നാഷണൽ കമ്മിറ്റിയുടെ പേരിൽ അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം.
ജനറൽ സെക്രട്ടറി ജയകുമാർ നായർ സ്വാഗതം ആശംസിച്ചു. വരും മാസങ്ങളിൽ യോർക്ക്ഷയറിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷവും വള്ളംകളിയും യുക്മയുടെ അടുത്ത പ്രധാന പരിപാടികളായിരിക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കാർഡിഫിൽ നടന്ന ആശിഷ് തങ്കച്ചൻ മെമ്മോറിയൽ ചാരിറ്റി ക്രിക്കറ്റ് ടൂർണമെന്റിൽ ഇൻഫിനിറ്റി വാരിയേഴ്സ് ചാമ്പ്യന്മാരായി. കാർഡിഫ് കാമിയോസ് ക്രിക്കറ്റ് ക്ലബ്ബും ആശിഷ് തങ്കച്ചന്റെ സുഹൃത്തുക്കളും ചേർന്ന് സംഘടിപ്പിച്ച ടൂർണമെന്റിൽ യുകെയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 12 ടീമുകളാണ് പങ്കെടുത്തത്. പോർട്ട്കാന ഫീൽഡ്സിൽ നടന്ന ഫൈനലിൽ കാർഡിഫ് കാമിയോസിനെ 74 റൺസിന് പരാജയപ്പെടുത്തിയാണ് ഇൻഫിനിറ്റി വാരിയേഴ്സ് കിരീടം സ്വന്തമാക്കിയത്. ആദ്യം ബാറ്റ് ചെയ്ത അവർ 10 ഓവറിൽ 157 റൺസ് നേടി. IPL താരം ബേസിൽ തമ്പി വെറും 35 പന്തിൽ 109 റൺസ് നേടി മത്സരത്തിന്റെ ഗതി നിർണയിച്ചു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ കാർഡിഫ് കാമിയോസ് 83 റൺസിൽ ഒതുങ്ങി. ടൂർണമെന്റിലെ ജേതാക്കൾക്ക് 2000 പൗണ്ടും ട്രോഫിയും ആശിഷ് തങ്കച്ചന്റെ പിതാവ് തങ്കച്ചൻ സമ്മാനിച്ചു. ടൂർണമെന്റിലൂടെ സമാഹരിച്ച 5000 പൗണ്ട് ബ്രെയിൻ ട്യൂമർ ചാരിറ്റിക്ക് കൈമാറി. ബേസിൽ തമ്പി മികച്ച ബാറ്റ്സ്മാനായും റിയോ ജോണി മികച്ച ബൗളറായി തിരഞ്ഞെടുക്കപ്പെട്ടു. അടുത്തത് ലെസ്റ്ററിൽ നിന്നുള്ള കലാവിശേഷം. ലെസ്റ്റർ കേരള കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ധ്വനി കലോത്സവം 2026 ആവേശകരമായ മത്സരങ്ങൾക്കൊടുവിൽ സമാപിച്ചു. യുക്മ കലോത്സവങ്ങളെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ കുട്ടികളുടെയും മുതിർന്നവരുടെയും വൻ പങ്കാളിത്തമാണ് പരിപാടിയുടെ പ്രത്യേകത. നൃത്തം, പാട്ട്, പ്രസംഗം തുടങ്ങി വിവിധ ഇനങ്ങളിൽ മത്സരാർത്ഥികൾ ശ്രദ്ധേയ പ്രകടനം കാഴ്ചവെച്ചു. കിഡ്സ് വിഭാഗത്തിൽ ആദവ് ദാസ്, സബ് ജൂനിയർ വിഭാഗത്തിൽ രേവതി അജീഷ്, ജൂനിയർ വിഭാഗത്തിൽ ഗോഡ്വിൻ ജോർജ് സജായ്, സീനിയർ വിഭാഗത്തിൽ നീതു ഷാജൻ, സൂപ്പർ സീനിയർ വിഭാഗത്തിൽ വീണ കെ വർഗീസ് എന്നിവർ വ്യക്തിഗത ചാമ്പ്യന്മാരായി. കലാതിലകം പുരസ്കാരം രേവതി അജീഷും കലാപ്രതിഭ പുരസ്കാരം ആദവ് ദാസും സ്വന്തമാക്കി. മലയാള ഭാഷാ കേസരി പുരസ്കാരം സ്റ്റെഫി ഹർഷലിന് ലഭിച്ചു. പരിപാടിയുടെ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച മാതാപിതാക്കൾക്കും അധ്യാപകർക്കും സ്പോൺസർമാർക്കും അണിയറ പ്രവർത്തകർക്കും LKC ഭാരവാഹികൾ നന്ദി രേഖപ്പെടുത്തി. കായികത്തിനും കലകൾക്കുമൊപ്പം ഗൗരവമേറിയ ചർച്ചകൾക്കും വേദിയായി ലണ്ടനിൽ നടന്ന ക്യാൻവാസ് ലിറ്ററേച്ചർ ഫെസ്റ്റിവലും ശ്രദ്ധേയമായി. കൈരളി യുകെയുടെ ആഭിമുഖ്യത്തിൽ നടന്ന മാധ്യമ സംവാദത്തിൽ വാർത്തകളിലെ പക്ഷവും പ്രതിപക്ഷവും എന്ന വിഷയമാണ് ചർച്ച ചെയ്തത്. ഡോക്ടർ അരുൺകുമാർ, സുനിത ദേവദാസ്, സജി മാർക്കോസ് എന്നിവർ പാനലിസ്റ്റുകളായി പങ്കെടുത്തു. യുകെയിലെ പുതിയ കുടിയേറ്റ നിയമങ്ങളുടെ പശ്ചാത്തലത്തിൽ മലയാളി വിദ്യാർത്ഥികളും തൊഴിൽ അന്വേഷകരും നേരിടുന്ന വെല്ലുവിളികൾ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്ന് ഡോക്ടർ അരുൺകുമാർ അഭിപ്രായപ്പെട്ടു. വാർത്തകളിലെ റേറ്റിംഗ് സംസ്കാരത്തെയും സെൻസേഷണൽ അവതരണത്തെയും സുനിത ദേവദാസ് വിമർശിച്ചപ്പോൾ കോർപ്പറേറ്റ് രാഷ്ട്രീയ സ്വാധീനങ്ങളും സോഷ്യൽ മീഡിയ ഉയർത്തുന്ന വെല്ലുവിളികളും സജി മാർക്കോസ് വിശദീകരിച്ചു. സദസ്സിൽ നിന്നുള്ള ചോദ്യങ്ങളും ചർച്ചയെ കൂടുതൽ സജീവമാക്കി. കായിക ആവേശവും കലോത്സവത്തിന്റെ വർണ്ണാഭതയും ചിന്തോദീപകമായ സംവാദങ്ങളും നിറഞ്ഞ മറ്റൊരു ലണ്ടൻ ഡയറീസ് എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. കൂടുതൽ പ്രവാസി വാർത്തകളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.